കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിയും. പരിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഈ ദൈവവചനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. അത് ആ വലിയ ഒരു പ്രഘോഷണമാണ്. ഓരോ വിശ്വാസിയും ദൈവവചനം മറ്റുള്ളവരോട് പറയണം. രണ്ടാമത് മാർപ്പാപ്പ പറയുന്നത് കേൾക്കപ്പെടണം. മറ്റുള്ളവരത് കേൾക്കണം. നമ്മൾ ആദ്യം പ്രഘോഷിക്കണം ദൈവത്തിൻ്റെ വചനം, അത് മറ്റുള്ളവർ അത് കേൾക്കപ്പെടണം. പിന്നെ ദൈവവചനം വായിക്കപ്പെടണം. ദൈവവചനം വായിക്കണം. വിശുദ്ധ ഗ്രന്ഥം അത് വായിക്കാനുള്ളതാണ്. പരിശുദ്ധാത്മാവ് ദൈവജനത്തിൽ അവരെ ഉപയോഗിച്ച് ദൈവജനത്തിന് വേണ്ടി സംസാരിച്ച ഈ വചനം നമ്മൾ വായിക്കണം. അടുത്തത് അത് ആദരിക്കപ്പെടണം. ദൈവവചനത്തെ നമ്മൾ ആദരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു, ആ വചനം നമ്മൾ ആദരിക്കണം. അടുത്തത് നമ്മളത് അനുഭവിച്ചറിയണം. ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച് അതിൻ്റെ രുചി പകരാൻ ലഭിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ, പ്രഘോഷിക്കപ്പെടുവാൻ നമ്മൾ ഇടയാകണം. കേൾക്കപ്പെടാനിടയാകണം, വായിക്കപ്പെടാനിടയാകണം, അതോ അനുഭവിച്ചറിയാനിടയാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ വർഷത്തിൽ ദൈവവചനത്തിനോടുള്ള വലിയൊരു തുറവി നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും കേൾക്കുവാനും അത് അനുഭവിച്ചറിയുവാനും പ്രഘോഷിക്കുവാനുമുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് താഴ്മയോടെ പരിശുദ്ധനാം തമ്പുരാനേ, നിന്റെ തണലേറ്റു വളരുന്നു ഞങ്ങൾ. പരിശുദ്ധനാം തമ്പുരാനേ, നിന്റെ തണലേറ്റു വളരുന്നു ഞങ്ങൾ. വല്ലായ്മയെല്ലാം നികത്തുവാൻ നീയാണീ ഭൂവിലഭയം. വല്ലായ്മയെല്ലാം നികത്തുവാൻ നീയാണീ ഭൂവിലഭയം. പരിശുദ്ധനാം തമ്പുരാനേ, നിന്റെ തണലേറ്റു വളരുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.